മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ഫെമിനിച്ചി ഫാത്തിമയിലെ ഫാത്തിമയെ അവിസ്മരണീയമാക്കിയ ഷംല ഹംസയാണ് മികച്ച നടി. മികച്ച ചിത്രത്തിനും സംവിധായകനും അടക്കം 10 പുരസ്കാരങ്ങളാണ് മഞ്ഞുമൽ ബോയ്സ് വാരിക്കൂട്ടിയത്. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം, 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കൊടുമൺ, പോറ്റി, ചാത്തൻ എന്നീ 2 കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാവനയ മികവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതിനായക വേഷത്തിന്റെ പാർനാട്ട പൂർണ്ണതയ്ക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും മികച്ച നടനുള്ള മത്സരരംഗത്ത് മമ്മൂട്ടിയുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ആധുനിക കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ കൊടുമൺ പോറ്റിയായും ചാത്തനായും വിസ്മയിപ്പിച്ച മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം. താരപദവിക്കും പ്രതിച്ഛായയ്ക്കും അപ്പുറം അഭിനയ പരീക്ഷണങ്ങളെ സൂക്ഷ്മമായി ആവിഷ്കരിച്ച ഭാവാഭിനയത്തെ ജൂറി അഭിനന്ദിച്ചു. ഇത് 8ാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനാകുന്നത്. അവാർഡ് നേട്ടത്തിൽ എന്തു പറയുന്നു, എന്തു തോന്നുന്നു എന്നാണോ ചോദ്യമെന്ന് മാധ്യമപ്രവർത്തകരോട് ആദ്യ പ്രതികരണം. ഇതൊരു യാത്രയല്ലേ, മത്സരമൊന്നുമല്ലല്ലോ, താനും ഈ തലമുറയിലുള്ള ആളല്ലേ എന്നും കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ മറുപടി. പുരസ്കാരം നേടിയ എല്ലാവരെയും മമ്മൂട്ടി അഭിനന്ദിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽനിര ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കിട്ടാത്തവർക്ക് അടുത്ത വർഷം കിട്ടും. അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. ഫെമിനിച്ചി ഫാത്തിമയിലെ പ്രകടനത്തിന് ഷംല ഹംസ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പുരസ്കാര നേട്ടം വലിയ ബഹുമതിയാണെന്ന് ഷംല പ്രതികരിച്ചു. ഒരുപാട് സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് ഈ സന്തോഷം ആസ്വദിക്കേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണിപ്പോൾ. ഇതെൻ്റെ 2ാമത്തെ സിനിമയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ 1001 നുണകൾ. പക്ഷേ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ഒരു മെയിൻ ലീഡ് റോളായിട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ സിനിമ ഫെമിനിച്ചി ഫാത്തിമയാണ്. ബോക്സ് ഓഫീസിൽ വൻ വരവേൽപ്പ് ലഭിച്ച മഞ്ഞുമൽ ബോയ്സ് സംസ്ഥാന അവാർഡിലും നേട്ടം കൊയ്തു. മികച്ച ചിത്രം, സംവിധായകൻ, സ്വഭാവ നടൻ, ഛായാഗ്രാഹകൻ, തിരക്കഥ, കലാസംവിധാനം, ഗാനരചയിതാവ്, ശബ്ദമിശ്രണം, ശബ്ദരൂപകൽപ്പന, കളറിസ്റ്റ് എന്നിങ്ങനെ 10 പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത്. മഞ്ഞുമൽ ബോയ്സിന് ഇത്രയും അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സംവിധായകൻ ചിദംബരം പറഞ്ഞു. മഞ്ഞുമലിന്റെ നേട്ടം ടീം വർക്കിന് ലഭിച്ച അംഗീകാരമെന്ന് മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട സൗബിൻ ഷാഹിർ പറഞ്ഞു. വളരെയധികം സന്തോഷം. കാരണം ഞങ്ങൾ അത്രയധികം വർക്ക് ചെയ്തതിന്റെ ഒരു എന്താ പറയുക ഒരു സന്തോഷം ഇതിങ്ങനെ അവാർഡിലൂടെ കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറഞ്ഞറിയാൻ തീരാത്തതാണ്. അത്രയധികം സന്തോഷമുണ്ട്. ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഓരോ അവാർഡ്സിനും ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മഞ്ഞൾ പേരൊക്കെ വളരെയധികം സന്തോഷം തോന്നി. ഇത്ര പ്രതീക്ഷിച്ചില്ല. സൗബിനൊപ്പം സിദ്ധാർത്ഥ് ഭരതനും സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലിജോ മോളാണ് മികച്ച സ്വഭാവ നടി. മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ദർശന രാജേന്ദ്രനും ജ്യോതിർമയിയും നേടി. ടൊവിനോ തോമസിനും ആസിഫ് അലിക്കും അഭിനയ മികവിന് പ്രത്യേക ജൂറി പരാമർശം. മികച്ച നടനാകാനായിരുന്നു ആഗ്രഹമെന്നും അതിനായുള്ള പ്രചോദനമാണ് പുരസ്കാരമെന്നും ആസിഫ് അലി പ്രതികരിച്ചു. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടുക എന്നുള്ളതും മുന്നോട്ടുള്ള പോക്കിന് വലിയൊരു ധൈര്യം തരുന്നത് കൂടിയാണിത്. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. സിനിമയിൽ വന്ന് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഇത്തരത്തിലുള്ളൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതും ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ്. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് കരസ്ഥമാക്കി. അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷമെന്നും മുന്നോട്ടു പോക്കിന് കരുത്തു പകരുന്നതാണ് നേട്ടമെന്നും ഫാസിൽ പറഞ്ഞു. സന്തോഷമാണ്, ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതിന് അവാർഡുകൾ മികച്ച നടിക്ക് നമുക്ക് കിട്ടി. പിന്നെ മികച്ച 2ാമത്തെ സിനിമ സംവിധാനമുള്ള അവാർഡ് കിട്ടി. ഞാൻ ആദ്യത്തെ സിനിമ സംവിധാനം ഒരാളെന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കരമായിട്ട് വേടനാണ് ഗാനരചയിതാവിനുള്ള പുരസ്കാരം. ഹരിശങ്കർ മികച്ച പിന്നണി ഗായകനും സെബാറ്റോമി മികച്ച പിന്നണി ഗായികയുമായി. അവാർഡ് പ്രതീക്ഷിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ലഭിച്ചതിൽ സന്തോഷമെന്ന് ഹരിശങ്കർ പറഞ്ഞു. അതിൻ്റെ സംവിധായകൻ എൻ്റെ സുഹൃത്ത് ജിതിൻ ലാലിന് ആദ്യം നന്ദി പറയുന്നു. ARMൻ്റെ ഡയറക്ടർ, അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ദിബുനൻ തോമസ്, ലിറിസിസ്റ്റ് മനു മഞ്ജിത്ത്, പിന്നെ എൻ്റെ കൂടെ പാടിയ അനില രാജീവ്, അതുപോലെ ഇതിൽ ഈ പാട്ടിൽ വർക്ക് ചെയ്ത എല്ലാ മ്യൂസീഷ്യൻസും, പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഗുരുക്കന്മാർ. പിന്നെ ഈ അവാർഡ് ആദ്യമായിട്ട് എന്താ പറയുക കിട്ടുന്നതിൻ്റെ ഒരു
ആയിട്ടുള്ളൊരു ടെൻഷനും എല്ലാം ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഒരിക്കലും. സൂരജ് ES ആണ് മികച്ച ചിത്ര സംയോജകൻ. സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ. പശ്ചാത്തല സംഗീതത്തിന് റോണക് സേവ്യറും പുരസ്കാരം നേടി. പ്രേമലുവാണ് ജനപ്രിയ ചിത്രം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.